ഹേ ഗായ്സ്, അപ്പം നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയുടെ അടുത്ത പാർട്ട് കാണണ്ടേ? അപ്പോൾ ഇതാ രാവിലെ ഞാൻ ഭയങ്കര സിമ്പിളായിട്ട് ഒരുങ്ങിപ്പോയോണ്ട് തന്നെ വൈകിട്ട് ഒട്ടും കുറച്ചില്ല, നല്ല ഹെവി ആയിട്ട് തന്നെ ഒരുങ്ങിയിട്ടുണ്ട്. ആസ് യൂഷ്വൽ നമ്മൾ ഇവിടെ എത്തിയപ്പോഴും ലേറ്റ് ആയിട്ടുണ്ട്. കാരണം ട്രിവാൻഡ്രത്ത് നിന്ന് എത്തിയപ്പോൾ തന്നെ 5:30 കഴിഞ്ഞു. പിന്നെ വീട്ടിലെത്തി ഫ്രഷായി അടുത്ത മേക്കപ്പ് ചെയ്ത് എത്തിയപ്പോഴത്തേക്കും 6:30 കഴിഞ്ഞു. ഇതാണ് ഞങ്ങളുടെ ബ്രൈഡും ഗ്രൂമും, എൻ്റെ മുറച്ചിറക്കനും, പിന്നെ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് വന്ന ഞങ്ങളുടെ പുതിയ മെമ്പർ ലെനയും. അങ്ങനെ വന്ന് അവിടെ എല്ലാവരോട് കുറച്ച് നേരം സംസാരിച്ച് അവരെ കൂടെ പോയി ഒരു ഫോട്ടോ അടിച്ചിട്ട് നമ്മുടെ പരിപാടി എന്താ, നേരെ ഫുഡ് അടി. അങ്ങനെ നേരെ ഫുഡ് അടിക്കാൻ പോയി. അവിടെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ പല്ലിൽ വേലി ഇട്ടേക്കുന്നതുകൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ പറ്റുന്നതും അകത്താക്കി ഞാൻ പുറത്തോട്ട് എത്തിയപ്പോഴത്തേക്കും ഉണ്ട് അവിടെ ഐസ്ക്രീം കൊടുക്കുന്നു. അങ്ങനെ അതിൽ നിന്നൊരു ഐസ്ക്രീം മേടിച്ച് കഴിച്ചിട്ട് പിന്നെ എൻ്റെ ഫാമിലിയിലുള്ളവരായിട്ട് റിലേറ്റീവ്സൊക്കെ ആയിട്ട് കുറേ നേരം ഞാൻ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നു. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപാടെ ഞാൻ നേരെ ഞങ്ങളുടെ പൊളയത്തോട് ജംഗ്ഷനിലോട്ടാണ് വെച്ച് പിടിച്ചത്. എന്താണെന്ന് വെച്ചാൽ ഒരു 6 ദിവസം കൊണ്ട് അവിടെ നല്ല കിടു പ്രോഗ്രാംസ് ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. എൻ്റെ ഏരിയയിലുള്ള ഒരുപാട് സഹോദരങ്ങൾ ഒന്നിച്ചു ചേർന്നിട്ട് തോപ്പിൽ ബ്രദേഴ്സ് എന്ന് പറഞ്ഞൊരു സംഘടന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇനോഗ്രേഷനും പിന്നെ അവർ ഫുട്ബോൾ പ്രേമികൾക്കായിട്ട് വലിയൊരു ബിഗ് സ്ക്രീനൊക്കെ വെച്ചിട്ട് ഫുട്ബോൾ പ്രദർശനം അവർ നടത്തുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് പുതിയ ബാൻഡ് ടീമുകൾക്കും അവർ പെർഫോമൻസ് ചെയ്യാനുള്ള ഒരു സ്പേസ് തന്നെ അവർ ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞങ്ങളുടെ ഇവിടെയുള്ള ഒരുപാട് കുട്ടികൾക്ക് അവരുടെ കഴിവ് തെളിയിക്കാനും ഒക്കെ പറ്റിയൊരു സ്റ്റേജ് ആയിരുന്നു. ആ കുട്ടികൾ മാത്രമല്ല കേട്ടോ, പ്രായഭേദമന്യേ എല്ലാവരും അവിടെ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് ക്ലിയർ ഫൂട്ടേജസും കൂടെ ആഡ് ചെയ്യാവേ. എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടമായോ നിങ്ങൾക്ക്? ഇഷ്ടമായെങ്കിൽ താഴത്തൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ ഇരിക്കുന്ന ആളുകളെ കണ്ടോ, അവിടെ നല്ല പെരുമഴ പെയ്തിട്ട് പോലും ആരും ഒരു കുലുക്കവും ഇല്ലാതെ അവിടെ തന്നെ ഇരുന്ന്. ശരിക്കും പറഞ്ഞാൽ അത് തന്നെയായിരുന്നു ഈ പ്രോഗ്രാംസിൻ്റെ ഒക്കെ ഒരു സ്ട്രെങ്ത്. അപ്പം എൻ്റെ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും എന്തൊക്കെയുണ്ട് അതെല്ലാം ചെയ്യാൻ മറക്കല്ലേ. ബൈ ഗായ്സ്.